ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം 1200-ൽ നിന്ന് 1500 ആക്കി ഉയർത്താനുള്ള തീരുമാനത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും ജസ്റ്റിസ് സഞ്ജയ് കുമാറിന്റെയും ബെഞ്ചാണ് വിശദീകരണം തേടിയത്. ഷബ്ന സിയാദുണ്ട്. ഷബ്ന, വിവരങ്ങൾ നൽകാം. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ചോദ്യം ചെയ്ത് സാമൂഹ്യ പ്രവർത്തകരാണ് പൊതുതാൽപര്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒരു ഡേറ്റയുടെയും അടിസ്ഥാനത്തിലല്ല എന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത്. 2011 മുതൽ സെൻസസ് നടന്നിട്ടില്ല. രാജ്യത്ത് സെൻസസ് നടക്കാത്ത സാഹചര്യത്തിൽ വോട്ടർമാരുടെ എണ്ണം 1200-ൽ നിന്ന് 1500 ആക്കി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ തീരുമാനമെടുത്തത് ഒരു ഡേറ്റകളുടെയും പിൻബലത്തിലല്ല എന്ന് ഹർജിക്കാരൻ വാദിച്ചിരുന്നു. കോടതി ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതിയും ചോദിച്ചത് എങ്ങനെയാണ് ഒരു പോളിംഗ് ബൂത്തിൽ 1500-ലധികം ആളുകൾ ഒരുമിച്ചെത്തിയാൽ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന കാര്യം കോടതിയും ആരാഞ്ഞിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. 2016-ൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിയോഗിക്കപ്പെടുന്ന പരമാവധി വോട്ടർമാരുടെ എണ്ണം ഗ്രാമങ്ങളിൽ 1200-ഉം നഗരത്തിൽ 1400-ഉമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 1500 പേരാണ് 1200-ന് പകരമായി എണ്ണം വർദ്ധിപ്പിച്ചത്. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം നീണ്ട ക്യൂ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകും എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസ വേതനക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുകയും ഒരു ദിവസം മുഴുവൻ ഇത്തരത്തിൽ ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നൊരാവശ്യമാണ് കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. കോടതിയും ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് 1500 വോട്ടർമാരെ ഒരു പോളിംഗ് ബൂത്തിൽ ഉൾക്കൊള്ളുക എന്ന ചോദ്യം കോടതി ചോദിച്ചു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരിയിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. ശരി ഷബ്ന.